ട്രൈബൽ മിഷൻ പത്തനംതിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ ആദിവാസി വിഭാഗമായ മലപ്പണ്ടാരങ്ങളുടെ കൂടെ ചില നിമിഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. പത്തനംതിട്ട ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും കിഴക്കൻ മലനിരകളിൽ കാണപ്പെടുന്ന ഒരു ആദിവാസി വിഭാഗമാണ് മലപ്പണ്ടാരങ്ങൾ. മലൈ പണ്ടാരം, മലൈ പളിയർ എന്നൊക്കെ ഇവരെ വിളിക്കാറുണ്ട്. 2011 സെൻസസ് അനുസരിച്ച് ഇവരുടെ ജനസംഖ്യ 2422 കണക്കാക്കപ്പെടുന്നു. നരവംശാസ്ത്രമനുസരിച്ച് മലപ്പണ്ടാരങ്ങൾ പ്രോട്ടോ ആസ്റ്റലോയിഡ് വംശത്തിൽപ്പെട്ടവരാണെന്ന് കരുതപ്പെടുന്നു. തമിഴ് ചേർന്ന മലയാളം സംസാരിക്കുന്ന ഇവർ ഇരുണ്ട നിറക്കാരും കുഴിഞ്ഞ നെറ്റിത്തടവും ഒട്ടിയ കവിൾത്തടവും ചെറുതും പരന്നതുമായ മൂക്കും ചുരുണ്ടതും ബലമുള്ളതുമായ തലമുടിയും കറുത്തതും തിളക്കമുള്ളതുമായ കണ്ണുകളും ഉള്ളവരാണ്. പൊതുവെ ഇവർ ശാന്തരും ശക്തരുമാണ്. പൊതുവെ ഒരു സ്ഥലത്ത് മാത്രം താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത മലപ്പണ്ടാരങ്ങൾ വനവിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഈ സ്വഭാവം കൊണ്ടാണ് ഇവരെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്നവർ എന്ന് വിളിക്കുന്നത്. മുൻകാലങ്ങളിൽ കാട്ടിൽ നിന്നും മാന്തിയെടുക്കുന്ന വിവിധതരം കിഴങ്ങുകൾ, കാച്ചിലുകൾ, കണയെന്ന് നാട്ടിൽ പറയുന്ന ഒരുതരം പനയുടെ കായ്, പനയുടെ തടിക്കുള്ളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഒരുതരം പൊടി എന്നിവ ഭക്ഷണം, ഈഞ്ച, കുന്തിരിക്കം, പൊന്നാമ്പൂവ് എന്നിവ ട്രൈബൽ സൊസൈറ്റികളിൽ കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷവും. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസം നേടിയ യുവതിയുവാക്കൾ ഫോറസ്റ്റ് ഗാർഡുകളായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നേടിയെടുക്കുന്നുണ്ട്. മറ്റുള്ളവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജോലികളിൽ കൂലിക്കാരായി ജോലി ചെയ്യുന്നു. മതപരമായ കാര്യങ്ങളിൽ മലപ്പണ്ടാരങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ആരാധനകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിതൃക്കളെയും മലദൈവങ്ങളെയും ഇവർ പൊതുവെ ആരാധിച്ചു പോരുന്നു. എന്നാൽ പത്തനംതിട്ട ജില്ലയിലെയും കൊല്ലം ജില്ലയിലെയും മലപ്പണ്ടാരങ്ങൾ ശാസ്താക്ഷേത്രങ്ങളായ ശബരിമല, ആര്യങ്കാവ്, അച്ചൻകോവിൽ എന്നിവയുമായി ഇവർക്കൊരു പ്രത്യേക ബന്ധമുള്ളതായി കരുതപ്പെടുന്നു. അതിനെക്കുറിച്ച് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. മലപ്പണ്ടാരങ്ങളുടെ ഒരു മൂപ്പന് മൂട്ടുകാണി എന്നാണ് വിളിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മതപരവും സാമൂഹികപരമായ എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്ന ഇദ്ദേഹത്തിൻ്റെ അധികാരം വിവാഹം, മരണം തുടങ്ങിയ ചടങ്ങുകളായി ചുരുക്കപ്പെട്ടിട്ടുണ്ട്. ഇവർ പ്രിമിറ്റീവ് ട്രൈബിൻ്റെ ലിസ്റ്റിൽ ഇല്ലെങ്കിലും പൊതുവെ പ്രിമിറ്റീവ് ട്രൈബ്സിൻ്റെ ജീവിത ശൈലിയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ജീവിതശൈലി പെട്ടെന്ന് മനസ്സിലാക്കുക അത് വളരെ ശ്രമകരവും ബുദ്ധിമുട്ടും ഉള്ള കാര്യങ്ങളാണ്. ഇവരെക്കുറിച്ച് കൂടുതൽവർക്കും നമസ്കാരം, നന്ദി. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക.